നമുക്ക് രണ്ടാൾക്കും ഒരു മുറിയിൽ കിടക്കാനുള്ള യോഗമില്ല പാർവതി. എന്നാ ആര് പറഞ്ഞു? എന്തിനാ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നെ? ജോത്സ്യൻ പറഞ്ഞതിനെ ധിക്കരിക്കാൻ നമുക്കാവോ? അത് ധിക്കരിക്കുമ്പോ എന്തെങ്കിലും ദോഷം ഉണ്ടായാലോ? ജോത്സ്യൻ പറഞ്ഞതിനെ ധിക്കരിക്കണമെന്ന് ആര് പറഞ്ഞു? ആദ്യ രാത്രി ഒരിക്കലും നടക്കില്ല എന്നോ? ഈ ജന്മം മുഴുവൻ ഞാനും വിശാൽ സാറും 2 മുറിയിൽ കഴിയേണ്ടി വരുമെന്നോ ജോത്സ്യൻ പറഞ്ഞില്ലല്ലോ. 1 മാസം കാത്തിരിക്കണം, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 മാസം കാത്തിരിക്കണം. അതെ, 1 മാസം കാത്തിരിക്കണം. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? ഞാൻ എപ്പോഴും വിശാൽ സാറിന്റെ തൊട്ടടുത്ത് തന്നെയില്ലേ. കിടന്നുറങ്ങുന്നത് മുതൽ എഴുന്നേക്കുന്നത് വരെ ഞാൻ സാറിന്റെ അടുത്തില്ല, അത്രയല്ലേ ഉള്ളൂ. എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു പാർവതി. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഈ മുഖം കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള ദിവസം എനിക്ക് ഉറങ്ങേണ്ടത്. ഈ മുഖം കണി കണ്ടുകൊണ്ട് വേണം എനിക്ക് എഴുന്നേൽക്കേണ്ടത്. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ സാറിന് ഈ വക ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിലെനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് പാർവതി. ജീവിതത്തിലെ എത്രയോ നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കഴിഞ്ഞത് കഴിഞ്ഞു, അതൊക്കെ മറന്നേക്കണം സാർ. നഷ്ടപ്പെട്ടതിന് ഇരട്ടിക്കിരട്ടിയായി സന്തോഷം നിറഞ്ഞൊരു ജീവിതം നമുക്കുണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ആ വിശ്വാസം എനിക്കും ഉണ്ട് പാർവതി. മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശാൽ സാറിന് ആപത്തൊന്നും വരാതെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം, അതാ എൻ്റെ പ്രാർത്ഥന. എൻ്റെ പൊന്നിനൊപ്പം എന്നും ഞാനുണ്ടാവും. ഇനിയും സമയമുണ്ട്, ആദ്യ രാത്രി ആവട്ടെ. പാർവതി, അത് മതി. വിശാൽ സാർ, 1 മാസം കണ്ണടച്ച് തുറക്കും മുമ്പേ അങ്ങ് പൊയ്ക്കോളൂ. ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ, ഇനി 1 മാസം കൂടി, അത്രയല്ലേ ഉള്ളൂ. സാറേ, ആ പാലെടുത്ത് കുടിക്കും, എന്നിട്ട് ഉറങ്ങാൻ നോക്കൂ. എനിക്ക് ഉറക്കമൊന്നും വരില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഉറക്കം വരണമെങ്കിലേ ഇന്ന് രാത്രി മുഴുവൻ നിന്നെക്കുറിച്ച് സ്വപ്നം കാണാൻ വേണ്ടി നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. മുത്തശ്ശ, മുത്തശ്ശ, ഈ മുത്തശ്ശനത് എവിടെ പോയതാ? ഈ സമയത്ത് അങ്ങനെ എവിടെയും പോകുന്നല്ലോ.
പിശാചേ, ഇന്ന് നിന്റെ അവസാനമാണ്. ഇനി ഈ കുടുംബത്തെ ചതിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഈ കുടുംബത്തോട് കൂറ് കാണിക്കണം. നിന്റെ മരണം അതുകൊണ്ടല്ലാതെ ഒന്നിനും ഒരു പരിഹാരമുണ്ടാവില്ല. എന്താ ചേച്ചി? ചേച്ചി എടാ ആണോ നീ? മൂടി മാറ്റണം. ചേച്ചി കത്തി, ചേച്ചി കത്തിയുണ്ട് ഇടയില്. ശേഖരൻ അമ്മേ 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 അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. വാ എഴുക്ക് പതുക്കെ. ഒടുക്കു വിശാല. നീ ആരും അടുക്കരുത്. അടുക്കരുതെന്നാ പറഞ്ഞത്. കത്തി താഴെയിട്. അടുത്തേക്ക് വരരുത്. എടാ നിന്നോടാ പറഞ്ഞ കത്തി താഴെയിട്. അടുത്ത ആരാണെന്ന് ഞാൻ നോക്കില്ല. കുത്തി വീഴ്ത്തും. എന്താ എന്താ ഇവിടെ? അയ്യോ മോനെ വിശാലേ, ശേഖര നീ ഇപ്പൊ എവിടുന്നാ വന്നേ? അമ്മേ ഇയാളെന്നെ കൊല്ലാൻ വന്നത് അമ്മേ. നിന്നെ കൊല്ലാൻ നോക്കി ഇയാള്. നീ എന്തിനാണ് എന്റെ അമ്മയെ കൊന്നത്? എന്തിനാ കൊന്നു? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? എന്താ ഇത്? എന്റെ പെറ്റമ്മയെ കൊന്നത് പോരാഞ്ഞിട്ട് എന്നെ വളർത്തിയ ഈ അമ്മയെ കഷ്ടായി പോയല്ലോ. ഇദ്ദേഹത്തെ ഇനി എങ്ങനെ രക്ഷിക്കാം? എന്റെ ദേനുരമ്മ പറയാൻ
നീ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്ന്? ശേഖര, എടാ നീ എന്തിനാ പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയത്? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എന്ത്? ഗായത്രി മേഡത്തെ കൊന്ന ഞാനല്ല. ഞാനാണ് ഗായത്രി അമ്മയെ കൊന്നതെന്ന് ഇവൾ ഈ പ്രഭാവതി വരുത്തി തീർത്തതാ. ഇവള് കാരണം ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 16 വർഷം ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചത്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ജീവിതം ജയിലഴിക്കുള്ളിലാക്കി ഇവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. എടോ, ഒന്ന് കളയും നിന്നെ ഞാൻ. ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു നീ. കൊല്ലും ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക്. ഇവനെ ഇനി സംസാരിക്കാൻ വിട്ടാ ഇവനില്ലാത്ത ഒരുപാട് അവഖ്യാതികൾ ഇനിയും വിളിച്ച് പറയും. ആ? അറിയാ എന്തിനാ ദൈവമേ കൊന്നത്? എന്തിനാണെന്ന്? എന്തിനാ പ്രഭാവതി അമ്മയെ കൊല്ലാൻ നോക്കിയത്? എന്തിനാണെന്ന്? ആരും അടുത്ത് വരരുത്. ഇവിടെ ഞാൻ കൊല്ലും. പാർവതി, വരരുത്. ആരും വരരുത്. വിശാൽ, പോരുത്. ആരും വരരുത്. മോളെ പാർവതി, പാർവതി, മോനെ വിശാലേ, പാർവതി, അയ്യോ, എവിടെ? അയാളോടെ, അയാളോടെ. എന്തെങ്കിലും പറ്റിയോ? അവൻ എവിടെ പോയി? വിശാലേ, എടാ ഡോർ തുറന്നിരിക്കുന്നു. അച്ഛമ്മേ, വിളിക്ക്. മോളെ, മുത്തശ്ശ, മുത്തശ്ശൻ എവിടെ പോയതാ? എന്നാലും എന്തിനായിരിക്കും മുത്തശ്ശൻ പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? നിങ്ങൾ ഇത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇപ്പോ വിശാൽ സാർ പറയുന്നു നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന്. ദൈവമേ കൊന്നത് നിങ്ങളാണെന്ന്. പക്ഷെ ഗായത്രി അമ്മ പറയുന്നു നിങ്ങളല്ല ദൈവമേ കൊന്നതെന്ന്.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദേവി. നിങ്ങളാണോ ദൈവമേ കൊന്നത്? നിങ്ങളിപ്പോ എവിടെയാണ്? എവിടേക്കാ പോയത്? ഈ വീട്ടിലെ യഥാർത്ഥ ശത്രു ആരാ? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ ഉദയനൂരമ്മ. വിശാല് കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് ശേഖരന്റെ കത്തിമനെ തീരാതെ ഞാനും ചേച്ചിയും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ അയാൾ നമ്മളെ കുത്തിക്കൊന്നേനെ. ഈ നേരത്ത് ഞാനും ചേച്ചിയും ചത്ത് മലച്ച് രക്തത്തിൽ കുളിച്ചിവിടെ കിടന്നേനെ. എന്റെ ഉള്ളിന്ന് ആ വിറയില് ഇപ്പോഴും മാറിയിട്ടില്ല പ്രതാപ. കത്തിയുമായിട്ട് അയാളെ കണ്ടപ്പോ അയാളെ എതിരിടണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ നേരത്ത് കയ്യും കാലും ഒക്കെ മരവിച്ചതുപോലെ ആയിരുന്നു. തൊണ്ടയിൽ നിന്നും ഒരു ചെറിയ ഒച്ച പോലും പുറത്തു വരുന്നില്ല. അയാളൊരു ഭ്രാന്തനെ പോലെ രണ്ടും കൽപ്പിച്ചല്ലേ കയറി വന്നത്. എങ്ങനെ ഏത് രീതിയിലുള്ള ആക്രമണമാണ് അയാൾ നടത്താൻ പോകുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാ ഞാനും വരണ്ടു പോയത്. പിന്നെ നമ്മൾ ഈ നേരത്തെ അയാളെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയാൾ ഇവിടെ എത്തുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അയാളെ കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമായിരുന്നു. പുറത്തെ ഗേറ്റും മുൻവശത്തെ വാതിലും എല്ലാം അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ അയാള് ഇതിനകത്ത് കയറിയത്? അതായത് എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അയാൾ ഈ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നമ്മളത് കാര്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ആ രാത്രി തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയാൾ നമ്മുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു. ശരിയാ, അന്ന് ഉദാസീനത കാണിക്കാൻ പാടില്ലായിരുന്നു. അത് അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. വന്നതുപോലെ തന്നെ അയാൾ അതിവിദഗ്ധമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അയാളിപ്പോ പഴയ ശേഖരമേനോനല്ലെന്ന് വ്യക്തമായില്ലേ. ജയിലിൽ ക്രിമിനൽസുമായിട്ടാണല്ലോ സഹവാസം. അവരിൽ നിന്നും ക്രിമിനൽ ബുദ്ധി പകർന്നു കിട്ടിക്കാണും. ആ ഗുണം കൊണ്ടാവും കെട്ടുറപ്പുള്ള ഈ വീടിനകത്ത് അയാൾ നുഴഞ്ഞു കയറിയതും പവർ ഓഫായ സമയത്ത് ഞൊടിയിട കൊണ്ട് അപ്രത്യക്ഷമായതും. ഏതായാലും ഇന്ന് അയാള് ഇതിനകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ഇനിയും ഇതുപോലെയുള്ള അയാളുടെ ഒളി ആക്രമണം നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, ഏതായാലും ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇന്നത്തെ മാത്രമല്ല പ്രതാപ, ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസവും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ശേഖരമേനോൻ മരിക്കണം. അയാളെ നമ്മൾ കൊല്ലണം. എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നോക്കണം പ്രതാപ. ചേച്ചി അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. എത്രയോ ദിവസമായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അയാളുടെ ഒളിയുടെ എവിടെയാണെന്ന് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലോ. ഈ ഭയപ്പാടിനിടയിലും ഒരു കാര്യത്തില് സമാധാനമുണ്ട്. ശേഖരൻ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ, പ്രത്യേകിച്ച് വിശാൽ. എല്ലാം കേട്ടിട്ടും അവൻ എനിക്ക് വേണ്ടിയാണല്ലോ ശേഖരനെ തല്ലിയത്. അമ്മ എന്ന രീതിയില് അവൻ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. എനിക്കത് മതി. വിശാലിന്റെ ആ വിശ്വാസം നമുക്ക് മുതലെടുക്കണം പ്രതാപ. അവനെക്കൊണ്ട് ആ ശേഖരന്റെ അന്ത്യം കുറിക്കണം. എവിടെ പോയി?
ഇനി എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോയിക്കാണോ? അതിന് ഇതായാലും സാധ്യതയില്ല. അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല.